Hi everyone, I am Chandini from Access Language School. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IELTS റൈറ്റിംഗ് മൊഡ്യൂളാണ്. എങ്ങനെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി. അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊരു റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇറ്റ് ഈസ് അല്ലെങ്കിൽ there is എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, there are two possible ways to gain a company to get a profit എന്നൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ എന്നിങ്ങനെ ഒരു സെൻറ്റൻസ്. ഈ സെൻറ്റൻസിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയ രീതിയിൽ നമുക്ക് പറയാം. The company should choose two possible ways to get a profit. ഇങ്ങനെ മെച്ചപ്പെടുത്തിയ രീതിയിൽ എഴുതുമ്പം നമുക്കവിടെ ഹൈ സ്കോർസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിങ്സിൽ സ്ട്രോങ് വേർബ്സ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുഡ് മാർക്സ് കിട്ടും. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് കൺട്രാക്ഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. അതായത് കാണ്ട്, കുഡിൻറ്റ്, ഡോണ്ട് അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ റൈറ്റിങ്സിൽ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ, വെരി എന്നുള്ളൊരു വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു വാക്കാണ് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു സെൻറ്റൻസിൽ എഴുതി ദെൻ നെക്സ്റ്റ് സെൻറ്റൻസിലും ആ വേർഡ് തന്നെ യൂസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനോണിമസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിങ്സ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ റൈറ്റിങ്സിൽ മെച്ചപ്പെട്ട സ്കോർ ലഭിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ആക്സസ് ലാംഗ്വേജ് സ്കൂൾ. താങ്ക് യു.